ഹലോ, ഓണം സ്പെഷ്യൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓണം സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ പ്രീ ഫെസ്റ്റിവൽ സെൽഫ് കെയർ റുട്ടീനാണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓണമാവാൻ ഇനിയും കുറച്ച് ടൈമുണ്ട്. അപ്പം നമുക്ക് സെൽഫ് കെയർ ഒക്കെ ചെയ്ത് സുന്ദരികളാവണ്ടേ, വേണമല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു മാജിക്കൽ ബ്യൂട്ടി ഡ്രിങ്ക് റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മൾ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട്, സ്കിൻ ഹെൽത്തിനും ഹെയർ ഹെൽത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ആ മാസ്ക്, ഈ മാസ്ക്, ആ ക്രീം, ഈ ക്രീമൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ഒരു പ്രോപ്പറായിട്ട് ഡയറ്റ് ചെയ്തില്ലെങ്കിൽ അതൊന്നും നമ്മുടെ സ്കിന്നിൽ എഫക്റ്റ് ആവില്ല. അപ്പോൾ ഒന്നിൻ്റെ കൂടെ തള്ള് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഈ ഒരു നമ്മൾ ചെയ്യുന്ന സെൽഫ് കെയറിനെ ഒന്നും കൂടെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജ്യൂസാണ് ഇത്. ഇതിന് ABC ജ്യൂസ് എന്ന് പറയും. ഇതിൽ ഞാൻ ഒരു ആപ്പിൾ, പകുതി കട്ട് ചെയ്തെടുത്ത ബീറ്റ്റൂട്ട്, ഒരു ക്യാരറ്റ്, തക്കാളി, ഇത്രയും ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതായത് ജ്യൂസ് മാതിരി. എന്നിട്ട് ഞാനിത് അരിക്കാതെയാണ് കുടിക്കുന്നത്. പലരും ജ്യൂസൊക്കെ അരിച്ചെടുത്ത് കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ABC ജ്യൂസ് ദയവേത് അരിച്ചു കുടിക്കരുത്. കാരണം ഈ ജ്യൂസിൻ്റെ എല്ലാ ജീവനും ആ അരിച്ച് നമ്മൾ മാറ്റുന്ന സത്തിലായിരിക്കും. ഫൈബറും അതിൻ്റെ മൊത്ത ഗുണങ്ങളും നമ്മൾ അരിച്ചെടുത്ത് മാറ്റിയ ശേഷം കുടിക്കുന്നതിനേക്കാളും കുടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ABC ജ്യൂസിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ വൈറ്റമിൻസ്, ആൻറ്റി ഓക്സിഡൻറ്റ്സ് നിറയുണ്ട്. ഇതൊരു ഡീറ്റോക്സ് ഡ്രിങ്ക് ആണ്. ഗ്ലോവിങ് സ്കിന്നിന് നല്ലതാണ്. ഹെയർ ലോസ് ഒക്കെ തടയും. അതുപോലെ ബ്ലഡ് പ്രഷറൊക്കെ ഉള്ളവർക്ക് കഴിക്കാം. എണ്ണിയാൽ തീരാത്തത്ര ഗുണങ്ങളുണ്ട്. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം ഒരു മന്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഗ്യാരണ്ടി തരാം, നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഇത് കഴിക്കാം. പ്രായം കുറഞ്ഞവർക്കും കൂടിയവർക്കും ഒക്കെ ഇത് നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഹെൽത്തിയാണ്. നമ്മൾ സ്ത്രീകൾ പ്രത്യേകിച്ച് ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഭയങ്കര അടിപൊളിയാണ്. സ്പെഷ്യലി പീരീഡ്സിൻ്റെ ടൈമിലൊക്കെ ഇത് കഴിക്കണം, നല്ലതാണ്. ആദ്യം ഹെയർ മാസ്ക് ആണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം 30 to 40 മിനിറ്റ്സ് നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്ത് വെക്കേണ്ടതല്ലേ. ഇത് നമ്മൾ തല അപ്ലൈ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ ബാക്കി നമുക്ക് ചെയ്ത് തീരുമ്പോഴത്തേക്കും ഹെയർ മാസ്കും നല്ലപോലെ തലയിൽ പരണ്ട് അത് സെറ്റാവും. അപ്പം ഞാനിവിടെ ആലോവേര ഹെയർ മാസ്ക് ആണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര ഈസിയും അതുപോലെ തന്നെ എഫക്റ്റീവുമായിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണിത്. എൻ്റെ ഹെയറിൻ്റെ നീളം അനുസരിച്ചാണ് ഞാനിവിടെ ആലോവേര എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മുടിയുടെ എത്രയാണോ നീളം അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ആലോവേര എടുക്കാനായിട്ട്. ഇതിൻ്റെ 2 സൈഡിലുള്ള മുള്ള് ഭാഗം കട്ട് ചെയ്ത് മാറ്റി ഞാൻ നൈഫ് വെച്ചിട്ട് അകത്തുള്ള ജെല്ല് ചുരണ്ടി എടുക്കുകയാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുള്ള ആലോവേരയാണ്. മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ കാണുമായിരിക്കും. ഇതില്ലാത്തവർ വിചാരിക്കും കടയിൽ നിന്നും വാങ്ങിയത് യൂസ് ചെയ്യാമോ എന്ന്. ഞാൻ കടയിൽ നിന്നും വാങ്ങിയത് മുടിയിൽ യൂസ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നില്ല. ഒറിജിനൽ ആയിരിക്കും നമുക്ക് നല്ലത്. ഈ ആലോവേര നമുക്കിതുപോലെ ചുരണ്ടിയെടുത്ത് ഒരു ബൗളിലേക്ക് ഇടാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഒലിവ് ഓയിൽ ഇല്ലാത്തവരാണെങ്കിൽ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്താലും മതി. 2 to 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഓർ കോക്കനട്ട് ഓയിൽ ഇതിനെ എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ നന്നായിട്ടിട്ടൊന്ന് അടിച്ച് ഇതുപോലെ എടുക്കണം. ഇനി ഹെയർ മാസ്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ ഒരു ആലോവേര ഇനി കിട്ടാനില്ലാത്തവർ, തീരെ കിട്ടാനില്ലെങ്കിൽ ഞാൻ ഒരു കോക്കനട്ട് മിൽക്ക് വെച്ചിട്ടൊരു ഹെയർ മാസ്ക് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും അടിപൊളിയാണ്. ഹെയറൊക്കെ ഷൈനി ആക്കാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്താലും മതി. എൻ്റെ ചാനലിൽ കാണും, ആ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. ഇനി നമുക്ക് ഈ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാനായിട്ട് തലമുടി നന്നായിട്ട് നമുക്ക് ചീവി കൊടുക്കാം. എന്നിട്ട് ഓരോ മുടിയിഴകളിലും എടുത്ത് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതായത് തലയോട്ടിയിലും മുടിയിഴകളിലൊക്കെ നന്നായിട്ട് പിടിക്കണം. മുടിയുടെ തുമ്പത്തൊക്കെ നമുക്ക് നന്നായിട്ട് പരട്ടി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് അമർത്തി നമുക്ക് മസാജ് ചെയ്യേണ്ട, സാവധാനം പതുക്കെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു 30 to 40 മിനിറ്റ്സ് ഇത് വെച്ച ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു മൈൽഡ് ഷാമ്പു വെച്ചിട്ട് കഴുകി കൊടുക്കാം. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് നോക്കാം. ആലോവേര ഹെയർ ഗ്രോത്തിന് അടിപൊളിയാണ്. ഡാൻഡ്രഫ്
നീളമൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. മുടിയിഴകൾക്ക് നല്ല സ്ട്രെങ്ത് കൊടുക്കും. ഹെയർ നല്ല ഷൈനി ആക്കും. റഫ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയും. നല്ലൊരു അടിപൊളി ഹെയർ മാസ്ക് ആണ്. ആഴ്ചയിൽ 2 to 3 പ്രാവശ്യം ഇത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തലമുടി നല്ല അടിപൊളി സോഫ്റ്റ് ആവും, ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഇത് മുഴുവനായിട്ടും ഇനി അപ്ലൈ ചെയ്തിട്ട് ഞാനിത് കെട്ടി വെച്ചിട്ട് നമുക്ക് ബാക്കി സ്കിൻ കെയർ ഒക്കെ ചെയ്യാമേ. സ്കിൻ കെയറിൽ ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഫേസ് സ്ക്രബാണ്. ഒരു കോഫി വെച്ചിട്ടുള്ള ഫേസ് സ്ക്രബാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കോഫി എടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തരികളോട് കൂടിയിട്ടുള്ള കോഫി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫേസ് സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിലേക്ക് ഫിംഗേഴ്സ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കണം. വാഷ് ചെയ്തിട്ട് നല്ല അടിപൊളി മണമാണ്. റൂം മൊത്തം ഈ ഒരു കോഫിയുടെ മണം നിറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ സർക്കുലർ മോഷനിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ളിടത്ത് നന്നായിട്ട് നമുക്കിതിനെ മസാജ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ബെനിഫിറ്റ്സ് നോക്കാം. കോഫി പൗഡർ ഒരു അടിപൊളി എക്സ്ഫോളിയേറ്റർ ആണ്. ഇതിൽ നിറയെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഇംപ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്യാൻ നല്ലതാണ്. ഡെഡ് സ്കിൻ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ സഹായിക്കും. നല്ല സ്കിന്നിനെ ഹെൽത്തി ആക്കി വെക്കും. തേൻ നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ നൽകും. അതുപോലെ തൈര് നമ്മുടെ സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആക്കി വെക്കാനായിട്ട് സഹായിക്കും. മൊത്തത്തിൽ പറഞ്ഞ ഒരു അടിപൊളി ഫേസ് സ്ക്രബാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്കിത് ഫേസ് വാഷ് ചെയ്തിട്ട് വരാമേ. ഞാൻ മുഖം ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് നാളായി ഫേസിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് അതിൻ്റെ കാണാനും ഉണ്ട് ഡാർക്ക് സർക്കിളൊക്കെ ആയിട്ട്. ഇനി ഇത് റെഗുലറായിട്ട് ചെയ്തതൊക്കെ മാറ്റണം. എനിക്ക് ഭയങ്കര മടിയാണ് ചിലപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു ബോഡി പോളിഷിങ് സ്ക്രബ് ഉണ്ടാക്കാം. ഫേസിന് മാത്രമല്ല ഫുൾ ബോഡിയും നമ്മൾ സ്ക്രബ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഡെഡ് സ്കിന്നൊക്കെ മാറ്റി നല്ല ഹെൽത്തി ആൻഡ് ഗ്ലോയി സ്കിന്ന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമേ. ആദ്യം തന്നെ ഷുഗർ എടുക്കാം. കുറച്ച് തരികളോട് കൂടിയിട്ടുള്ള ഷുഗർ വേണം എടുക്കാൻ. ചെറിയ തരി ഷുഗർ ആയിരിക്കും നല്ലത്. വലിയ തരികളാണെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ട് അതിനൊന്ന് കറക്കിയെടുത്താൽ മതി. ഒരുപാട് പൗഡർ ആവരുത്, കുറച്ച് തരികൾ വേണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ബീട്രൂട്ടിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ബീട്രൂട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് ആക്കി എടുത്തത് അതിനെ ആഡ് ചെയ്ത് കുറച്ച് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഇതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബോഡി സ്ക്രബ് നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കയ്യിലും കാലിലും ഫുൾ ബോഡിയിലും അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യാം. ഒരുപാട് അമർത്തി മസാജ് ചെയ്യരുത്, പതിയെ ചെയ്താൽ മതി. ഒരുപാട് സമയം ചെയ്യാൻ പാടില്ല. ഒരു 3 to 4 മിനിറ്റ്സ് മാത്രം സ്ക്രബ് ചെയ്താൽ മതി. അതിപ്പോൾ ഫേസിലായാലും അങ്ങനെ തന്നെ മതി. ഇനി നമുക്കിതിൻ്റെ ബെനിഫിറ്റ്സ് നോക്കാം. ഷുഗർ ഒരു നാച്ചുറൽ എക്സ്ഫോളിയേറ്റർ ആണ്. സ്കിന്നിൽ നിന്നും ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ബീട്രൂട്ട് സ്കിന്നിനൊരു ഗ്ലോയി ഇഫക്റ്റ് നൽകും. ഡള്ളായിട്ടുള്ള സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇതിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഒലിവ് ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യും. നമ്മുടെ ഇത് വീക്കിൽ 1 ടൈം യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി റിസൾട്ടായിരിക്കും. ഇത് ഫുൾ ഷുഗർ ആയതുകൊണ്ട് തന്നെ ദയവ് ഇത് ബാത്റൂം പോയി സ്ക്രബ് ചെയ്യാൻ നോക്കണം. ഇല്ലെങ്കിൽ എല്ലായിടത്തും ഉറുമ്പുകുട്ടന്മാർ ഓടി നടന്ന് കളിക്കും. അപ്പോൾ ഇത് കഴുകിയിട്ട് നെക്സ്റ്റ് നമുക്ക് ബോഡിയിലും ഫേസിലും അപ്ലൈ ചെയ്യുന്ന മാസ്ക് ഉണ്ടാക്കാം. ആദ്യം തന്നെ കുറച്ച് കടലമാവാണ് ഞാൻ എടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ തൈര് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. തക്കാളി ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തതാണ്. ഈ ഒരു പാക്ക് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ വെള്ളം എടുക്കുന്നില്ല. തൈരിലും തക്കാളി ജ്യൂസിലുമാണ് ഇത് ഞാൻ മിക്സ് ചെയ്യുന്നത്. ഞാനിവിടെ ഇത്രയും ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നത് ഫേസിലും ബോഡിയിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായത് കൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നത്.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫേസിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതിയെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ചാൽ മതി. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫുൾ ബോഡിയിലും അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ ബാത്റൂമിൽ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാണ്. ഇത് നമുക്ക് ഫേസിലും ഫുൾ ബോഡിയിലും അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര അടിപൊളി റിസൾട്ടാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫേസ് മാസ്ക് ആണ് ഇത്. കടലമാവ് പൊതുവെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കിന്നിൽ അപ്ലൈ ചെയ്യാനായിട്ട്. കാരണം ഇത് നല്ല അടിപൊളിയൊരു റിസൾട്ടാണ് തരുന്നത്, നല്ല സോഫ്റ്റ് ആക്കും. അപ്പോൾ കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നത് കടലമാവാണ് സ്കിൻ കെയറിന് വേണ്ടിയിട്ട്. കുറച്ച് കടലമാവും മഞ്ഞൾപ്പൊടിയും തൈരും മാത്രം ഇട്ടാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. സ്കിന്ന് ടാനൊക്കെ മാറാനായിട്ട് നല്ലതാണ്. സ്കിന്നിന് സോഫ്റ്റ് ആൻഡ് ഷൈനി ആക്കും. എന്തെങ്കിലും സ്കിൻ അലർജീസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്, നല്ല റിസൾട്ടാണ്. ഞാനിത് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ്സ് വയ്ക്കും. എന്നിട്ട് കുറച്ച് വെള്ളം കയ്യിൽ പുരട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും. ഇത് ടാനൊക്കെ മാറാൻ നല്ലതാണ്. അതുപോലെ കൈമുട്ട്, കാൽമുട്ട്, അണ്ടർ ആംസ്, നെക്കിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ സ്കിന്നിലുള്ള ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആവും. എന്നിട്ട് ഞാൻ ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയും. നമ്മളിപ്പോൾ യൂസ് ചെയ്ത ഈ ഒരു ബോഡി മാസ്ക് ഭയങ്കര അടിപൊളിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പിന്നെ സോപ്പ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ബോഡി നല്ല അടിപൊളി സോഫ്റ്റ് ആവും, അതുപോലെ നല്ല ക്ലീൻ ആവും. നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആവും. സോപ്പ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. പിന്നെ വേണമെന്ന് വെച്ചാൽ സോപ്പ് ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ല. ഇനി ഞാൻ ഹെയർ വാഷ് ചെയ്യാണ്. ഹെയർ വാഷിൻ്റെ ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഷവറിൽ നമ്മൾ ഹെയർ വാഷ് ചെയ്യരുത്. ഹെയർ ലോസ് ഉണ്ടാവാനായിട്ട് കാരണമാകും. ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നത് എപ്പോഴും തല കുനിച്ച് വെച്ചിട്ട് വേണം, അതായത് അപ്സൈഡ് ഡൗൺ ആയിട്ട് വേണം നമ്മൾ തല കഴുകാനായിട്ട്. അതാകുമ്പോൾ സ്കാൽപ്പിലേക്കൊക്കെ നന്നായിട്ട് ബ്ലഡ് ഫ്ലോ വരും. നമ്മുടെ ഹെയർ ലോസ് ഒക്കെ ഒരുപാട് ഉണ്ടാവുന്നത് തടയും. ഹെയർ ഗ്രോത്തിനൊക്കെ അടിപൊളിയായിരിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഷാമ്പു ഒക്കെ ഡയറക്റ്റ് സ്കാൽപ്പിൽ തേക്കാതെ നമ്മളൊരു കപ്പിൽ കുറച്ച് ഷാമ്പു എടുത്ത് വെള്ളം ഉപയോഗിച്ച് പതപ്പിച്ച് വേണം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ എടുക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ എൻ്റെ കളർ അപ്ലൈ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞാനൊരു ഹെയർ കളർ പ്രൊട്ടക്റ്റിംഗ് ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്, ലോറിയലിൻ്റെ ഒരു റെഡ് കളറിലുള്ള. അപ്പം നമുക്ക് നന്നായിട്ട് തലയൊക്കെ വാഷ് ചെയ്യാം. ഞാൻ ഇതുപോലെ എന്തെങ്കിലും നാച്ചുറലായിട്ടുള്ള മാസ്ക് ഉപയോഗിക്കുന്ന തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് ഇങ്ങനെ ഹെയർ ഷാമ്പു ചെയ്യാറില്ല. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ കെമിക്കലല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാമേ. അങ്ങനെ എൻ്റെ സെൽഫ് കെയർ റുട്ടീൻ കഴിഞ്ഞു. എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ഞാൻ ചിലവഴിച്ചു. സ്കിന്നിനും ഹെയറിനും ഒക്കെ മാത്രമല്ല, മനസ്സിനും നല്ലൊരു സുഖവും ഉന്മേഷമൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിതുപോലെയുള്ള സെൽഫ് കെയർ ഒക്കെ ചെയ്തതിന് ശേഷം ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. എന്താണെന്ന് ഭയങ്കര ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. വല്ലപ്പോഴും എങ്കിലും നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മളിതുപോലെ മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ എനിക്ക് ആഡ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിതൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളെ തന്നെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ നോക്കണം. അതായത് ഒരു ദിവസം നമ്മൾ ഒരു 2 to 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. അതുപോലെ തന്നെ വെജിറ്റബിൾ ജ്യൂസ് അല്ലെങ്കിൽ ഇതുപോലെ കരിക്കും വെള്ളമൊക്കെ നമ്മൾ ഡയറ്റിൽ ആഡ് ചെയ്യാൻ നോക്കണം. കരിക്കും വെള്ളം നമ്മുടെ സ്കിന്നിനും ഹെയർ ഗ്രോത്തിനൊക്കെ അടിപൊളിയാണ്. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ നോക്കുക. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാൻ. ബൈ.